സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ മൊത്തത്തിലുള്ള നായക നടന്മാരുടെ അഭിനയത്തെക്കുറിച്ചോ ഏകദേശം അവരുടെ ശൈലികളും നോക്കിയിട്ട് ഓരോ ഗ്രൂപ്പായി തിരിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ ഓരോ സംവിധായകരുടെ ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട്. ഒരേ നുഖത്തിൽ കെട്ടാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് PG വിശ്വംഭരെ, പി ചന്ദ്രകുമാർ അതിൽ ഒരു ഗ്രൂപ്പിൽ, അതേപോലെ IV ശശി, ഹരിഹരൻ ഒരു ഗ്രൂപ്പിൽ, അങ്ങനെ ഓരോ സംവിധായകന്മാർ ഒരേ നുഖത്തിൽ കിട്ടുന്ന സംവിധായകർ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരേ നുഖത്തിൽ കെട്ടാൻ പറ്റിയ നടന്മാരെ കുറിച്ച് എന്ന് പറയാം. അതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിന് പകരക്കാരനില്ല മലയാളത്തിൽ. നസീർ സാറിൻ്റെ ഗ്രൂപ്പ് പെടുത്താൻ പറ്റിയ ആരുമില്ല മലയാളത്തിൽ. നസീർ സാറിന് തുല്യം നസീർ സാർ മാത്രം. അതങ്ങനെ വേറെ തിരിച്ചിട്ട് നസീർ സാറിനങ്ങനെ നമുക്കങ്ങനെ ഒറ്റൊരാളായിട്ട് നമുക്ക് പെടുത്താം. നസീർ സാറിൻ്റെ ഗ്രൂപ്പിൽ വേറെ ആരുമില്ല. പിന്നെ നമുക്ക് ഗ്രൂപ്പായിട്ട് തിരഞ്ഞിരിക്കണമെങ്കിൽ സത്യം മാഷ്, മമ്മൂട്ടി, മുരളി ഇവരെ ഒരു ഗ്രൂപ്പിൽ പെടുത്താം. ഏകദേശം അഭിനയത്തിലും അവരുടെ ക്യാരക്ടറുകൾ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ ഒരു ഗ്രൂപ്പിൽ. പിന്നെ മധു, മോഹൻലാൽ ഒരു ഗ്രൂപ്പ് പെടുത്തുക. കാരണം മധുവിൻ്റെ പഴയ പടം കാണുമ്പോൾ പിന്നീടുള്ള മോഹൻലാലിൻ്റെ അഭിനയം പോലത്തെ അതാരും ശ്രദ്ധിക്കായിട്ടാണ്. മധുവിൻ്റെ കള്ളിച്ചെല്ലമ്മ എന്നുള്ള പടം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച കള്ളിച്ചെല്ലമ്മയിൽ നോക്കിയാൽ മധുവിൻ്റെ ഒരു കഥാപാത്രം ഇപ്പോൾ ഇന്നത്തെ മോഹൻലാൽ അഭിനയിക്കുന്ന പോലത്തെ ഇതാണ്. അതുപോലെ ഹരിഹരൻ്റെ, നസീർ സാറിൻ്റെ വെള്ളം എന്നുള്ള പടത്തിൽ മധുവിൻ്റെ ഒരു അഭിനയം ശ്രദ്ധിച്ചാലും മോഹൻലാൽ അഭിനയിക്കുന്ന പോലെയുണ്ട്. മധു, മോഹൻലാൽ ഒരു ഗ്രൂപ്പിൽ. പിന്നെ സോമൻ, സുകുമാരൻ, ജയൻ ഒരു ഗ്രൂപ്പിൽ. അത് അവർ വന്നതും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. പിന്നെ പേരെടുക്കുന്നത് ആദ്യം സോമേട്ടൻ പേരെടുത്ത്, പിന്നെ സുകുമാരൻ പേരെടുത്ത്, പിന്നെ ജയൻ. ആദ്യകാലത്ത് സോമൻ, സുകുമാരൻ, ജയനായിരുന്നു കുറേ കാലം. പിന്നീട് സോമൻ, ജയൻ, സുകുമാരനായിട്ട് മാറി. ജയൻ സുകുമാരനേക്കാൾ ഒരു പടി മുന്നിലായി. സോമൻ, ജയൻ, സുകുമാരനായി. പിന്നെ അവസാന കാലഘട്ടത്തിൽ ജയൻ മരിക്കാൻ പോകുന്ന സമയത്ത് ജയൻ, സോമൻ, സുകുമാരനായി കോളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത്. പിന്നെ അവരങ്ങനെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അവർ ഒരു ഗ്രൂപ്പ് പെടുത്താം. പിന്നെ വിൻസെൻ്റ്, സുധീർ, രാഘവൻ ഇവരൊരു ഗ്രൂപ്പിൽ പെടുത്താം. ഇവർ ഏകദേശം ഒരേ റേഞ്ചിലുള്ള അന്നത്തെ കാലത്ത്. വിൻസെൻ്റ് പിന്നെ കുറച്ച് മുന്നിലാണ്, പക്ഷെ എന്നാലും അവരെ ഗ്രൂപ്പ്. പിന്നെ മോഹൻ, നെല്ലിലെ മോഹനും, മോഹൻ, രവികുമാർ, പിന്നെ ശങ്കർ ഇവരൊരു ഗ്രൂപ്പ് പെടുത്താം. അതായത് നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സിലിട്ട് നായകനായിട്ട് എപ്പോൾ നല്ല ഗാനരംഗത്തിൽ അഭിനയിക്കുമ്പോൾ നല്ല പാൻറ് ഷർട്ടിലിട്ടിട്ട് നല്ല സൂപ്പർ ഡ്രസ്സിലെല്ലാം അഭിനയിക്കുന്ന ഇവരെ സ്റ്റൈലായിട്ട് അഭിനയിക്കുന്നത് അവർ മൂന്നൊരു ഗ്രൂപ്പിൽ. രതീഷിന് സത്താർ ജോസ്, രതീഷ് ഇതൊരു ഗ്രൂപ്പിൽ. പിന്നെ ഉള്ളത് നമുക്ക് സുരേഷ് ഗോപി, ജയറാം, മുകേഷ് ഒരു ഗ്രൂപ്പിൽ. ആ മൂന്നാളെ ഒരു ഗ്രൂപ്പ് എടുത്താം. പിന്നെ ഒരു ഗ്രൂപ്പാണ് ഗോപി, നെടുമുടി വേണു നാഗവള്ളി ഈ മൂന്നാളെ ഒരു ഗ്രൂപ്പ് എടുത്താം. അവരെ ഇത് ആർട്ട് ഫിലിമിലും മറ്റേ സിനിമയിലും അങ്ങനെ അഭിനയിച്ചിട്ട് അങ്ങനെ പോകും അവർ. പിന്നെ റഹ്മാന്, വിനീതിന് രണ്ടും കണക്കാണ്, ഒരേ മുഖത്ത് കെട്ടാൻ പറ്റിയത്. കാരണം ഈ ലവ് സീനിൽ അഭിനയിക്കുന്ന പറഞ്ഞാൽ ഒരു ടൈപ്പ് ലവ് സീനുണ്ടല്ലോ, വെറുതെ ഇങ്ങനെ പെൺകുട്ടികളെ പിന്നാലെ നടന്നിട്ട് ബൈക്കിൽ വന്നിട്ട് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കോളേജിൽ പോകുന്ന സീനിൽ അങ്ങനെ രണ്ടാളിയും പറ്റും. പിന്നെ ഷാനവാസ്, രാജ്കുമാർ, രവീന്ദ്രൻ. രാജ്കുമാർ കന്നഡ നടനല്ല, മലയാളത്തിൽ പൂച്ച സന്യാസിനെ അഭിനയിച്ചു. ആ ഷാനവാസിന്, രാജ്കുമാറിന്, രവീന്ദ്രന് മൂന്നാളും ഏകദേശം ഒരേ ഡാൻസും ഒരേ ഡ്രസ്സും ഒരേ മുടിയും ഹെയർ സ്റ്റൈലും എല്ലാം നോക്കുമ്പോൾ അങ്ങനെ ആ മൂന്ന് പേര് ആ ഗ്രൂപ്പിൽ പെടുത്താം. ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റിയ നടന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ വേറെ നടന്മാർ, അത് ഇപ്പോഴത്തെ പുതിയ നടന്മാരിൽ ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, അതിൽ നമുക്ക് ടോവിനോ, നിവിൻ പോളി, പിന്നെ ഉണ്ണി മുകുന്ദൻ ഇവർ മൂന്നാളി ഒന്നിലപ്പെടുത്താം. പിന്നെ ദുൽഖർ,
ആസിഫ് അലി, പിന്നെ അത് ഒരു ഗ്രൂപ്പിൽ, ദുൽഖറും ആസിഫ് അലി. പിന്നെ ഇത്ര തന്നെ പുതിയ നടന്മാർ അത്രയല്ലേ ഉള്ളൂ. പിന്നെ വേറെ ആരുള്ളത്? ഫഹദുണ്ട്. ഫഹദിനെ നമുക്ക് ഇതിൽ തന്നെ കൊടുത്താൽ ഈ ദുൽഖറിൻ്റെ സോറി മറ്റേ ടോവിനോൻ്റെ ഗ്രൂപ്പിൽ ഫഹദ്, ടോവിനോ, പിന്നെ നിവിൻ പോളി, പിന്നെ ഉണ്ണി മുഹമ്മദ്, ആ 4 ആ ഗ്രൂപ്പിൽ. ഇപ്പുറത്ത് ദുൽഖറും ആസിഫ് അലി, ഇതൊക്കെ ഒരേ ഗ്രൂപ്പ് എടുത്തത്. പിന്നെ മനോജ് കെ ജയൻ, ബിജു മേനോൻ, വിജയരാഘവൻ, അതൊരു ഗ്രൂപ്പിൽ. അതിൽ നമുക്ക് വേണമെങ്കിൽ ഗണേശനെ ഇടാം, ഗണേശനും അതിൽ നോട്ട്, ആ ഒരു ഗ്രൂപ്പ്. ഇതൊക്കെയാണ് മലയാള സിനിമയിലെ ഏകദേശം ഒരുപോലുള്ള ഗ്രൂപ്പ് ആൾക്കാർ, നടന്മാർ. ഒരാൾക്ക് ഇപ്പോൾ വിജയരാഘവൻ ഇല്ലെങ്കിൽ ആ റോളിൽ മനോജ് കെ ഇട്ടാൽ മതി. മനോജ് കെ ഇല്ലെങ്കിൽ പിന്നെ മനോജ് കെൻ്റെ ചില പടത്തിൽ മനോജ് കെ എടുക്കുന്നില്ലെങ്കിൽ ബിജു മേനോൻ ഇട്ടാലും മതി. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ഓക്കെ.